മുത്തശ്ശി കഥകളിലൂടെയാണ് യക്ഷികളെക്കുറിച്ച് നാം കേട്ടറിയുന്നത്. പനമരച്ചുവട്ടിലും പാലമരച്ചുവട്ടിലും വഴിപോക്കരെ കാത്തുനിന്ന എത്രയെത്ര യക്ഷികൾ. ആത്മാവിന് മരണമില്ലെന്നും മരിച്ചവരുടെ ആത്മാക്കൾ നാം അറിയാതെ നമുക്ക് ചുറ്റും അലഞ്ഞു തിരിയാറുണ്ടെന്നും പറയപ്പെടുന്നു. സത്യമോ മിഥ്യയോ ഇപ്പോഴും ആർക്കും അറിയില്ല. പക്ഷേ കലാകാരന്മാർക്ക് എന്നും പ്രിയപ്പെട്ടൊരു കഥാപാത്രമാണ് യക്ഷി. അതുകൊണ്ട് തന്നെ ഇത്തരം സാങ്കല്പിക കഥകൾ അവസാനിക്കുന്നുമില്ല. ഉറങ്ങിയോന്ന് നോക്കിയതാ. ഈ സ്ഥലം എങ്ങനെ? അത് പിന്നെ പറയണോ? മാനം മുട്ട വളർന്ന പച്ച പരവതാനി വിരിച്ച മലനിരകൾ, തിങ്ങി നിറഞ്ഞ മലരടിക്കാടുകൾ, കളകളമൊഴുകുന്ന അരുവികൾ, പക്ഷി മൃഗാദികൾ, ശ്യാമസുന്ദര കേരകേദാര ഭൂമി, ജനജീവിത. ക്ഷമിക്കണം സാർ, ഞാനൊരു കഥാപ്രസംഗ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ്. ഇവിടെ ഈ മരിച്ചവരുടെ ആത്മാക്കൾ വല്ലതും അലയുന്നുണ്ടോന്നാ ചോദിച്ചത്. കൊള്ളാം. ഇവിടെ പ്രേതമോ പിശാചോ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ കാണുമായിരുന്നു. ഞാൻ എപ്പോഴേ പോയേനെ മേലോട്ട്. അപ്പോ ഇവിടെ പ്രേതങ്ങളുടെ ശല്യമേ ഇല്ല? ഇല്ല സാറേ, പല പഴയ കൊട്ടാരങ്ങളിലും ബംഗ്ലാവുകളിലും കാണുമായിരിക്കും, പക്ഷെ ഇവിടെ ഇല്ല. ഈ നാട്ടിൽ തീരെ ഇല്ല. പിന്നെ ആകെ കൂടി ഉണ്ടായിരുന്ന ഒരേ ഒരു പ്രേതം അങ്ങ് നാട്ടിലാ. അതാരാ? എന്റെ ഭാര്യ. ഓ, മരിച്ചുപോയ? ഇല്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതാ പ്രശ്നം. പോട്ടെ. പകല് മുഴുവൻ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് രാത്രി ഭയങ്കര ക്ഷീണമാണ്. ഞാൻ ചെന്ന് കിടക്കട്ടെ. പിന്നെ സാറേ, രാത്രി എന്താവശ്യം ഉണ്ടായാലും എന്നെ വിളിക്കണ്ട, ഞാൻ അറിയത്തില്ല. അത് നമ്മുടെ തങ്കപ്പങ്കാണി തോട്ടയിട്ടതാ.
എന്നെ ഒന്ന് അകത്തേക്ക് ക്ഷണിച്ചൂടെ? പേടിക്കണ്ട, എനിക്ക് പരിചയമുണ്ട്. പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലല്ലേ? MA സോഷ്യോളജി ഫസ്റ്റ് റാങ്ക്, പിന്നെ ജേർണലിസത്തിന് ഗോൾഡ് മെഡൽ. പേര് ബാലഗോപാൽ. കഷ്ടം, ഈ ബാലുവിന് ആദിത്യ മര്യാദ തീരില്ല. ഇനിയെങ്കിലും ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ. ഞാനിവിടെ ഉണ്ട്. എനിക്ക് അകത്തേക്ക് വരാൻ വാതിൽ തുറക്കണമെന്നില്ല. ഇത്ര പെട്ടെന്ന് മറന്നോ? ഇന്നലെ രാത്രി ബാലു അല്ലേ എന്നെ ഡ്രോപ്പ് ചെയ്തത്? ഞാൻ റോസി സാമുവൽ. ആകെ കുഴപ്പമായില്ലേ? വിഷമിക്കണ്ട. ബാലുവിന് എന്നെ അറിയില്ല, പക്ഷെ എനിക്കറിയാം, നന്നായി അറിയാം. അതിപ്പോ എങ്ങനെ പറയാ? ഞാൻ സൂര്യനെ കാണുന്നു, പക്ഷേ ലോകം മുഴുവൻ പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യൻ എന്നെ കാണുന്നുണ്ടാവോ? ഞാൻ മഴയെയും പൂക്കളെയും സ്നേഹിക്കുന്നു, പക്ഷേ അവയത് കാണുന്നുണ്ടാവോ, അറിയുന്നുണ്ടാവോ? ഇങ്ങനെ പരസ്പരം കാണാതെയും അറിയാതെയും ഈ ഭൂമിയിൽ എത്രയെത്ര സ്നേഹങ്ങൾ. Romeo, humorous, madman, passion, lover. Appear thou in the likeness of his eye. Speak but one rhyme, and I am satisfied. Cry but I. Pronounce but love and dove. Speak to my gossip Venus one fair word. One nickname Love for the is a smoke made with the fumes of sighs, being purged, a fire sparkling in lovers' eyes, being vexed, a sea nourished with lovers' tears. What's it else? Madness most discreet. Now what's love? Love is truth. Love is blind. And love is eternal. What happened? Nothing, ma'am. Nothing. In Romeo and Juliet, Shakespeare says that love is divine, eternal, Rosie? a feeling of heart. ഇങ്ങ് വാ. My dear students, when we go Rosie? deeper into the different ഇങ്ങ് വാ, acts അടയ്ക്ക്. and scenes, you derive ശരിക്കും ചമ്മിപ്പോയി. an absolute depth. എന്താ? എത്ര കാലം വെച്ചാ മോളെ നീ ഇങ്ങനെ കിനാവ് കണ്ടോണ്ടിരിക്കാൻ പോണത്? ഈ ഇരിപ്പ് ഇരുന്നാലൊന്നും നിന്റെ ലവ് വർക്കൗട്ടും പോണില്ല. സോ ഷേക്സ്പിയറിന്റെ റോമിയോയോ മനസ്സിൽ നിന്ന് കളാം, എന്നിട്ട് എന്റെ കൂടെ വാ. എങ്ങോട്ട്? ആ കോവാലിനല്ലേ നിന്റെ റോമിയോ, ഹീറോ മിസ്റ്റർ ബാലഗോപാൽ പ്രിൻസിയുടെ റൂമിൽ ഇരിപ്പുണ്ട്. റിയലി? ഹിസ്റ്ററി ക്ലാസ് കേട്ടത് വായി നോക്കി നടക്കുമ്പോഴാ പായം കേറി പോണത് കണ്ടത്. നിന്റെ ഭാഗ്യം. കിടന്ന് തുള്ളാതടേ, അതിനല്ലേ നിന്നെ ഞാൻ വിളിച്ചിറക്കിയത്. വാ നമുക്ക് ഇടിച്ചു കയറാം. അയ്യോ, പ്രിൻസിയുടെ മുറിയിലേക്കോ? ഞാനില്ല. വേണ്ട, എന്നാ ക്യാൻസൽ ചെയ്തേക്ക്, ഞാൻ പോട്ടെ. കവി പ്ലീസ്, നീ വേറെ വല്ല വഴിയും പറ. ഒരു കാര്യം ചെയ്, 3 ഐസ്ക്രീം ഓർഡർ ചെയ്ത് നിന്റെ ഡീപ് ലവ് പ്രസന്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ട് ക്യാൻറ്റീനിൽ ചെന്നിരിക്കെ. ഞാൻ ആ കോവാലിനെ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് വരാം. ക്യാമ്പസ് പ്രേമത്തിന്റെ സ്ഥിരം ലൊക്കേഷൻ തന്നെ ആയിക്കോട്ടെ. സകലമാന പ്രേമത്തിനും രാശിയുള്ള സ്ഥലം എനിക്കൊഴിച്ച്. നിന്നെ സമ്മതിച്ചു കവി. ഓക്കെ ബൈ. ജീസസ് പ്ലീസ് ബി വിത്ത് മീ.